എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു പാർവതി സ്കൂൾ ഓഫ് കൊമേഴ്സ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +2 അക്കൗണ്ടിങ്ങിലെ മൊഡ്യൂൾ 2 ആൻഡ് 3യിലെ ഫോക്കസ്ഡ് ഏരിയ ടോപ്പിക്സ് ആണ്. അപ്പോൾ അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മോഡൽ എക്സാമിൽ വന്ന ക്വസ്റ്റ്യൻസാണ് ഈ പറയുന്ന മൊഡ്യൂൾ 2-ൽ നിന്നും 3യിൽ നിന്നും വന്ന ലാസ്റ്റ് മോഡൽ എക്സാമിൽ വന്ന ക്വസ്റ്റ്യൻസാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മൊഡ്യൂൾ 2-ലും 3യിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പാർട്ണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതായത് ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ അക്കൗണ്ടിംഗ് ഫോർ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ് പഠിച്ചത്. സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്നത് പാർട്ണർഷിപ്പിൻ്റെ ഇൻട്രൊഡക്ഷൻ ഭാഗവും തേർഡ് മൊഡ്യൂളിൽ വരുന്നത് അഡ്മിഷനുമാണ്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നിന്ന് ഒരുപാട് തിയറി ക്വസ്റ്റ്യൻസിനുള്ള സാധ്യതയുണ്ട്. അതിലേറ്റവും പ്രധാനമായിട്ട് വരുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് കറണ്ട് അക്കൗണ്ട് ആണ്. അതായത് നോർമലി എല്ലാ ബിസിനസ് ഓർഗനൈസേഷനും പോലെ തന്നെ പാർട്ണർഷിപ്പ് ഫേമും അതിൻ്റെ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതായത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും. അതുകൂടാതെ എക്സ്ട്രാ ആയിട്ട് ഒരു പാർട്ണർഷിപ്പ് ഫേം പ്രിപ്പയർ ചെയ്യുന്ന ചില അക്കൗണ്ടുകളുണ്ട്. അതാണ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. അത് രണ്ട് രീതിയിൽ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, രണ്ട് മെത്തേഡ്സിൽ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് നമുക്ക് ചെയ്യാം. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും. അല്ല, ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ രണ്ട് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് കറണ്ട് അക്കൗണ്ട്. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിലാണെങ്കിൽ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരൊറ്റ അക്കൗണ്ട് മാത്രമേ പ്രിപ്പയർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഈ രണ്ട് മെത്തേഡ്സും ഇതിൽ പ്രോബ്ലംസും ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. അപ്പം അതിൽ പ്രോബ്ലം വരാൻ സാധ്യതയുള്ളത് ഈ തിയറിയാണ്, ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു മെത്തേഡ്സ്, ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. പിന്നെ പാർട്ണർഷിപ്പിൻ്റെ ഫീച്ചേഴ്സ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പാർട്ണർഷിപ്പ് ഫേമിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ്. അപ്പോൾ അതിൽ ആദ്യമായി ഡെഫിനിഷൻ എഴുതി വെച്ചിട്ട് മാക്സിമം ഫീച്ചേഴ്സിലോട്ട് വരാൻ നോക്കുക. അപ്പം അതൊക്കെയാണ് തിയറിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. പിന്നെ പ്രോബ്ലം ചോദിക്കാൻ സാധ്യതയുള്ളത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, വാട്ട് ഈസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 മാർക്സിന് ചോദിക്കാൻ പറ്റിയ തിയറി ക്വസ്റ്റ്യനുമാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അത് ഫേം പ്രിപ്പയർ ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ്. അതായത് ഇറ്റ് ഈസ് ആൻ അക്കൗണ്ട് പ്രിപ്പയർഡ് ബൈ ദ ഫേം ടു ഷോ ഹൗ ദ നെറ്റ് പ്രോഫിറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് അമംഗ് ദ പാർട്ണേഴ്സ്. ആ ഒരൊറ്റ സെൻറ്റൻസ് മതി അതിൻ്റെ എല്ലാ പോയിൻറ്റ്സും ആയി. അതായത് ഫേം പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട്സ് ആണ് എന്തിനു വേണ്ടിയിട്ട്? ടു ഷോ ഹൗ ദ നെറ്റ് പ്രോഫിറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് അമംഗ് ദ പാർട്ണേഴ്സ്. പാർട്ണേഴ്സിൻ്റെ ഇടയിൽ എങ്ങനെയാണ് നെറ്റ് പ്രോഫിറ്റിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഫേം പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയിട്ടുണ്ട്. അതെങ്ങനെയാണ് ആൻസർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ ആദ്യം നോക്കാം. സുമതി ആൻഡ് മഞ്ജു ആർ പാർട്ണേഴ്സ് ഷെയർ ആൻഡ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2. രണ്ട് പാർട്ണേഴ്സാണുള്ളത്, സുമതി ആൻഡ് മഞ്ജു. അവരുടെ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ തന്നിട്ടുണ്ട്. അവരുടെ ക്യാപിറ്റൽ ബാലൻസും തന്നിട്ടുണ്ട്, 40,000 ആൻഡ് 30,000. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഓർക്കുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ പ്രിപ്പയർ ചെയ്യാനുള്ള ക്വസ്റ്റ്യനിൽ ക്യാപിറ്റൽ തരുന്നത് എന്ത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഒരു പെർസെൻറ്റേജ് നമുക്കിവിടെ തന്നിട്ടുണ്ടാകും. ആ പെർസെൻറ്റേജ് വെച്ചിട്ട് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ക്യാപിറ്റൽ തരുന്നത്. അല്ലാതെ ഡയറക്റ്റായിട്ട് പാർട്ണേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ക്യാപിറ്റൽ നമ്മൾ പാർട്ണേഴ്സ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ എടുക്കുന്നില്ല. അപ്പോൾ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഓർത്ത് വെക്കുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഒരിക്കലും പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ കാണിക്കുന്നില്ല, പകരം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലാണ് കാണിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ ക്യാപിറ്റലിൻ്റെ എമൗണ്ട് തരുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമുക്ക് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്, ഡ്രോയിങ്സ് എന്ന് പറയുന്ന ഐറ്റം എവിടെ എടുക്കുന്നില്ല? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ എടുക്കുന്നില്ല. അത് രണ്ട് കാര്യങ്ങൾ ഓർക്കുക, ക്യാപിറ്റലും അതേപോലെ തന്നെ ഡ്രോയിങ്സും. ഈ രണ്ട് ഐറ്റംസ് എവിടെ വരുന്നില്ല? പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ വരുന്നില്ല, അവിടെ നമ്മൾ എടുക്കുന്നില്ല. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് പാർട്ണേഴ്സിന് കൊടുക്കുന്ന സാലറി കമ്മീഷൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, സുമതിക്ക് 10,000 പെർ മന്ത് സാലറി ഉണ്ട്. അത് ശ്രദ്ധിക്കണം, 10,000 പെർ മന്താണ്. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ചെയ്യുന്നത് ഫോർ എ ഇയർ ആണ്, ആനുവലി ആണ്. അപ്പോൾ ആ പെർ മന്ത് എന്നുള്ളത് എന്താക്കണം? ആനുവൽ ആക്കണം. കമ്മീഷൻ 10,000 ഫോർ ദി ഇയർ ആണ് 10,000 കമ്മീഷൻ വരുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 2 പേരുടെ എമൗണ്ടുകളും തന്നിട്ടുണ്ട്. പിന്നെ
ഈ അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് മുമ്പുള്ള ഫേമിൻ്റെ പ്രോഫിറ്റും തന്നിട്ടുണ്ട്, നെറ്റ് പ്രോഫിറ്റും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു നെറ്റ് പ്രോഫിറ്റ് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ വരുന്നതെന്ന് ചോദിച്ചാൽ നോർമലി അക്കൗണ്ട് പോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്നൊക്കെ ഹെഡിങ് കൊടുക്കുക, എന്നിട്ട് വരക്കുക. എല്ലാ ക്ലാസ്സുകളിലും പറയുന്നതാണ് ഈ ഫോർമാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫോർമാറ്റിന് മാർക്കുള്ളതാണ്. അപ്പോൾ അത് വളരെ വൃത്തിയായിട്ട് ഹെഡിങ് ഒക്കെ എഴുതി ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഒക്കെ മാർക്ക് ചെയ്ത് നന്നായിട്ട് വരക്കുക. ഇപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടാണ്. പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്, പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഹൗ ദ നെറ്റ് പ്രോഫിറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് അമംഗ് ദ പാർട്ട്നേഴ്സ്. അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന നെറ്റ് പ്രോഫിറ്റ് 74,900 ആണ് നെറ്റ് പ്രോഫിറ്റ് വരുന്നത്. അത് ക്രെഡിറ്റ് സൈഡിലോട്ട് എടുത്തെഴുതുക. 74,900 എന്താണ് നെറ്റ് പ്രോഫിറ്റ് കണ്ടോ. അപ്പം ഫേമിൻ്റെ കയ്യിലുള്ള കാര്യങ്ങളാണ് ക്രെഡിറ്റ് സൈഡിൽ വരേണ്ടത്. 74,900 രൂപ അതിൻ്റെ പ്രോഫിറ്റായിട്ട് കയ്യിലുണ്ട്. അത് കൂടാതെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഫേമിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് നോക്കുക. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് ഫേമിന് കിട്ടുന്നതാണ് അല്ലേ. പാർട്ട്നേഴ്സ് അവരുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് ഡ്രോയിങ്സ് എടുത്തുകൊണ്ട് പോയിട്ട് അതിന് നൽകുന്ന പലിശയാണ്. അതായത് ഫേമിന് കിട്ടുന്നതാണ്. അതും എവിടെ തന്നെയാണ് കാണിക്കേണ്ടത്? ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. നമുക്ക് 2 പാർട്ട്നേഴ്സ് ഉണ്ട്, പക്ഷെ ഞാൻ ഒരു എമൗണ്ട് പോലെ വരച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഇന്നർ കോളത്തിൽ കാണിക്കാം. പാർട്ട്നേഴ്സിൻ്റെ പേര് എന്തൊക്കെയായിരുന്നു? സുമതി. സുമതിയുടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 1,500 ആണ്. ആൻഡ് മഞ്ജുവിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 1,200. അപ്പോൾ 2,700 എന്നുള്ളത് ഔട്ടർ കോളത്തിൽ എഴുതുക. കണ്ടോ. ഇപ്പം നമ്മൾ ഫേമിൻ്റെ കയ്യിലുള്ള എമൗണ്ടുകൾ ക്രെഡിറ്റ് സൈഡിൽ കാണിച്ചു. നെറ്റ് പ്രോഫിറ്റ് ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഈ 2 ഐറ്റംസ് അവിടെ വരും. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഈ നെറ്റ് പ്രോഫിറ്റിനെ എങ്ങനെയാണ് പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് അതാണ് നമുക്ക് കാണിക്കേണ്ടത്. അതൊക്കെ ഏത് സൈഡിൽ കാണിക്കണം? ഡെബിറ്റ് സൈഡിലോട്ട് അങ്ങ് എടുത്തെഴുതുക. ഫസ്റ്റ് ഇവർ പറയുന്നത് സുമതിക്ക് ഒരു സാലറി 1,000 പെർ മന്ത് വെച്ചിട്ട് സാലറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? സുമതിക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ പേര് എഴുതുക. സുമതി സാലറി 1,000 വെച്ചിട്ട് 12 മാസങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ 12,000. മന്ത്ലി ഉള്ളതിനെ ഇയർലി ആക്കാൻ മറന്നു പോകരുത്. പിന്നെന്താ പറഞ്ഞേക്കുന്നത്? മഞ്ജുവിനൊരു കമ്മീഷനാണ് കിട്ടുന്നത് 10,000 ഫോർ ദി ഇയർ. അപ്പോൾ മഞ്ജൂസ് കമ്മീഷൻ 10,000. അതേപോലെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അത് സുമതിക്കും മഞ്ജുവിനും എത്രയാണെന്നുള്ളത് ഇന്നർ കോളത്തിൽ കണ്ടുപിടിക്കുക. സുമതിയുടെ ക്യാപിറ്റൽ എത്രയാണ്? 40,000 ആണ്. 40,000ൻ്റെ 8% ആണ് സുമതിക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. 40,000ൻ്റെ 8% എന്ന് പറയുമ്പം 3,200 വരും. മഞ്ജുവിനോ 30,000ൻ്റെ 8%. അപ്പോൾ എത്ര വരും? 2,400 വരും. അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്തിട്ടുള്ള 5,600 എമൗണ്ട് കോളത്തിലോട്ട് എടുത്തെഴുതുക. കേട്ടോ. ഇത്ര ഐറ്റംസ് ഇതിൽ വരുന്നുള്ളൂ. വളരെ എളുപ്പമാണ്. 5 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ എക്സാമിൽ 5 മാർക്കിന് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റിയതാണ്. ഇത്രയും ചെയ്താൽ മതി. ആകെ ക്രെഡിറ്റ് സൈഡിൽ നെറ്റ് പ്രോഫിറ്റും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും കാണിക്കുക. ബാക്കി വരുന്ന ഫേമിൻ്റെ എക്സ്പെൻസുകൾ, അതായത് പാർട്ണറിന് കൊടുക്കുന്ന സാലറി, കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇത് മാക്സിമം ഐറ്റംസ് ആണ്. ഇതിൻ്റെ അപ്പുറം ഐറ്റംസ് ഒന്നും വരാറില്ല. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ക്യാപിറ്റലും ഡ്രോയിങ്സും ഡയറക്റ്റ് ഇതിൽ എടുക്കില്ല. ഡ്രോയിങ്സിന് നമുക്ക് സെപ്പറേറ്റ് അക്കൗണ്ട് ഉണ്ട്. ക്യാപിറ്റൽ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും മാത്രമേ ചെയ്യാനുള്ളൂ. ജസ്റ്റ് പറയുന്ന ഐറ്റംസ് ഒക്കെ 2 സൈഡിലായിട്ട് പ്ലേസ് ചെയ്താൽ മതി. ഇനി എന്ത് ചെയ്യാം? ഇനി നമുക്ക് ബാലൻസ് ചെയ്യാം. ക്രെഡിറ്റ് സൈഡാണ് കൂടി നിൽക്കുന്നത്. ടോട്ടൽ ചെയ്യുമ്പോഴത്തേക്കും 77,600 എന്ന് വരും. 77,600. അതിൽ നിന്ന് ഇതെല്ലാം കുറക്കുക. അപ്പോൾ നമുക്ക് ബാലൻസ് ഫിഗർ കിട്ടും. ബാലൻസ് ഫിഗർ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ട് മാറ്റുക. പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എത്ര കിട്ടും? ബാലൻസ് ചെയ്യുമ്പോൾ 50,000 ആണ് കിട്ടുന്നത്. 50,000. ഈ 50,000നെ സുമതിക്കും മഞ്ജുവിനും നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ ഓൾഡ് റേഷ്യോയിൽ 3:2 വീതിച്ചു കൊടുക്കുക. അതായത് സുമതിക്ക് 50,000ൻ്റെ 3/5 എന്ന് പറയുമ്പോൾ 30,000 കിട്ടും. മഞ്ജുവിനോ 50,000ൻ്റെ 2/5 എന്ന് പറയുമ്പോൾ 20,000 കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരുന്നത്.
സെക്കൻഡ് മൊഡ്യൂളിൽ നിന്ന് പ്രോബ്ലമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത് ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ്. അപ്പോൾ ഇത് ക്ലിയർ ആണെന്നാണ് വിചാരിക്കുന്നത്. പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നുമില്ല, വളരെ ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഭാഗമാണ് റീവാലുവേഷൻ അക്കൗണ്ട്. ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ സാധാരണഗതിയിൽ നമുക്കൊരു 2 രീതിയിൽ റീവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ക്വസ്റ്റ്യൻ വരാം. നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ ഒരു ബാലൻസ് ഷീറ്റും അതിൽ അഡ്ജസ്റ്റ്മെൻറ്റുകളും അഡീഷണൽ ഇൻഫർമേഷനുമായിട്ട് തന്നിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കാം. അതല്ലാതെ ഞാനിവിടെ എഴുതി വെച്ചേക്കുന്ന രീതിയിൽ ഈ രീതിയിലും ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യതയുണ്ട്. അതായത് ഓരോ ഐറ്റംസ് ആയിട്ട് എന്താ സംഭവിച്ചതെന്ന് പറയുക. നമുക്കറിയാം റീവാലുവേഷൻ അക്കൗണ്ടിൽ അസറ്റും ലയബിലിറ്റി റീവാല്യൂ ചെയ്യുന്നതാണ് കാണിക്കുന്നത് അല്ലേ. അതായത് അത് എമൗണ്ട് കൂടിയോ കുറഞ്ഞോ, എത്രയാണ് കൂടിയത് എത്രയാണ് കുറഞ്ഞത്, അതൊക്കെയാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ കണ്ടോ അത് എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ളൊരു 4 പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. വാല്യൂ ഓഫ് ഫർണിച്ചർ ഇൻക്രീസ്ഡ് ബൈ ₹5,000. കണ്ടോ അസറ്റിൻ്റെ വാല്യൂ 5,000 കൂടി. ഒരു അൺറെക്കോർഡഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. പ്രൊവൈഡ് ₹1,000 ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്. സ്റ്റോക്ക് റെഡ്യൂസ്ഡ് ടു ₹24,000. അതിൻ്റെ ബുക്ക് വാല്യൂ 30,000 ആയിരുന്നു. കണ്ടോ ഇങ്ങനെയും ക്വസ്റ്റ്യൻ വരാം. ഈ 2 രീതിയിലാണ് റീവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യതയുള്ളത്. അപ്പോൾ ഇത് കഴിഞ്ഞ മോഡൽ എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇങ്ങനെ വന്ന് എങ്ങനെയാണ് ആൻസർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഒരു റീവാലുവേഷൻ അക്കൗണ്ട് വരയ്ക്കുക. നേരത്തെ പറഞ്ഞതുപോലെ വൃത്തിക്ക് ഹെഡിങ് ഒക്കെ കൊടുത്ത് ഡെബിറ്റും ക്രെഡിറ്റും ഒക്കെ മാർക്ക് ചെയ്ത് തന്നെ വരയ്ക്കുക. പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്, പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്. ഇപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ടിൽ നമ്മൾ മറന്നു പോകാതിരിക്കുക അല്ലെങ്കിൽ തെറ്റിപ്പോകാതിരിക്കാൻ ഇത് പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ എഴുതി വെക്കേണ്ട ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നതും അതേപോലെ ലയബിലിറ്റി ഡിക്രീസ് ചെയ്യുന്നത് എന്ത് ചെയ്യുക, ക്രെഡിറ്റ് ചെയ്യുക. അതായത് ഈ 2 കാര്യങ്ങൾ ഒരു ഫേമിനെ സംബന്ധിച്ച് വളരെ നല്ല കാര്യങ്ങളാണല്ലേ. ഏതൊക്കെയാണ്? അസറ്റ് കൂടുന്നതും ലയബിലിറ്റി കുറയുന്നതും. അപ്പോൾ അത് 2 ക്രെഡിറ്റ് ചെയ്യുക. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്നത്, അതായത് അസറ്റ് കുറയുന്നതും ലയബിലിറ്റി കൂടുന്നതും എന്ത് ചെയ്യുക, ഡെബിറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ എഴുതി വെച്ച് നമുക്ക് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് നോക്കാം എന്താണ്. വാല്യൂ ഓഫ് ഫർണിച്ചർ ഇൻക്രീസ്ഡ് ബൈ ₹5,000. ഫർണിച്ചർ അസറ്റാണ്, അതിൻ്റെ വാല്യൂ 5,000 രൂപ കൂടി, ഇൻക്രീസ് ആണ് ചെയ്തത്. അപ്പോൾ അസറ്റ് ഇൻക്രീസ് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. ഫർണിച്ചർ 5,000. ഒരു അൺറെക്കോർഡഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു 3,000. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അസറ്റാണ്, അൺറെക്കോർഡഡ് ആണ്. അതായത് പുതുതായിട്ട് റെക്കോർഡ് ചെയ്യുക. അപ്പോൾ അസറ്റ് കൂടും. അപ്പോൾ അത് അവിടെ തന്നെ വരും, ക്രെഡിറ്റ് സൈഡിൽ വരും. ഇൻവെസ്റ്റ്മെൻറ്റ് 3,000. പ്രൊവൈഡ് 1,000 ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്. നമുക്കറിയാം ഡൗട്ട്ഫുൾ ഡെറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ലയബിലിറ്റിയാണ്, ബാധ്യതയാണല്ലേ. അത് 1,000 ക്രിയേറ്റ് ചെയ്തു, അതായത് ലയബിലിറ്റി ഇൻക്രീസ് ചെയ്തു. ഡെബിറ്റ് സൈഡിൽ കാണിക്കുക ഡൗട്ട്ഫുൾ ഡെറ്റ് 1,000. പിന്നെ സ്റ്റോക്ക് റെഡ്യൂസ്ഡ് ടു ₹24,000. അതായത് ബുക്ക് വാല്യൂ കണ്ടോ 30,000 ഉണ്ടായിരുന്നു, അത് 24,000 ആയിട്ട് കുറഞ്ഞു. അതായത് ഒരു 6,000 രൂപ കുറഞ്ഞു. സ്റ്റോക്ക് അസറ്റാണ്, അസറ്റ് റെഡ്യൂസ് ചെയ്തു. ഡെബിറ്റിൽ കാണിക്കുക സ്റ്റോക്ക് എത്രയാണ് കുറഞ്ഞത്, 6,000. കണ്ടോ എങ്ങനെയാണ് വരുന്നത്. ഇത്ര ഐറ്റംസ് ഉള്ളൂ, ആകെ 4 ഐറ്റംസേ ഉള്ളൂ. 4 നമ്മൾ ഓൾറെഡി റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്താൽ മതി, ഇതിനെ ബാലൻസ് ചെയ്താൽ മതി. നോക്കുമ്പോൾ കൂടി നിൽക്കുന്നത് ക്രെഡിറ്റ് സൈഡാണ്, 8,000 വരും. ഇവിടെ 7,000 വരുന്നുള്ളൂ അല്ലേ. അതായത് 1,000 ഡിഫറൻസ് വരും. 1,000 ആണ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ട് മാറ്റേണ്ടത്. ഇവിടെ വേറെ പാർട്ട്നേഴ്സിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒന്നും തന്നിട്ടില്ല. അപ്പം നമ്മൾ വീതിച്ചൊന്നും കൊടുക്കേണ്ട, ജസ്റ്റ് ബാലൻസ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. കണ്ടോ വളരെ എളുപ്പമാണ്. ആകെ 4 പോയിൻറ്റ്സേ ഉള്ളൂ. 4 പോയിൻറ്റ്സ് നമ്മൾ റെക്കോർഡ് ചെയ്ത് ഇത്ര വരച്ച് കഴിഞ്ഞാൽ 4 മാർക്കാണ് കിട്ടുന്നത്. അപ്പോൾ കണ്ടോ ഇത് കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഈ ഒരു പോയിന്റ് മാത്രം ഓർത്തിരിക്കുക. ഇതൊരു ടിപ്പാണ് ആക്ച്വലി. ക്രെഡിറ്റ് സൈഡ് അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നതും ലയബിലിറ്റി ഡിക്രീസ് ചെയ്യുന്നതും, അതിന് നേരെ ഓപ്പോസിറ്റ് അസറ്റ് ഡിക്രീസ് ചെയ്യുന്നതും ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതും ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. അപ്പോൾ മൊഡ്യൂൾ 2 and 3 ഓൾമോസ്റ്റ് എല്ലാ പോർഷൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ചെയ്ത് ചോദിക്കുക. ബാക്കി പോർഷൻസിൻ്റെ ഒരു റിവിഷനായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം.